കേരളം ഇന്നൊരു വലിയ പോരാട്ടത്തിലാണ്. മണ്ണിനെയും മനുഷ്യനെയും മാലിന്യത്തിൽ നിന്നും രക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ. ആ യുദ്ധം നയിക്കാൻ കേരളത്തിൽ വിവിധ മിഷനുകൾക്കും രൂപം നൽകിയിട്ടുണ്ട്. സർക്കാർ കാര്യം മുറ പോലെ എന്ന പതിവ് പല്ലവി മാറ്റി ഈ മിഷനുകളെല്ലാം ഉണർന്ന് പ്രവർത്തിച്ചപ്പോൾ വലിയ മാറ്റം കേരളത്തിലുണ്ടായി. ശുചിത്വ മിഷൻ ഈ വിഷയത്തിൽ നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധേയമായ ഒട്ടേറെ മാറ്റങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്തു. ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും മാലിന്യ മുക്ത കേരളം എന്ന പ്രഖ്യാപനം ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല എന്ന് വേണം പറയാൻ. പ്ലാസ്റ്റിക്കാണ് പ്രധാനപ്പെട്ട വില്ലൻ. ഇതിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്താണ് അതിനുള്ള തടസ്സം? അതുകൂടി നമുക്ക് പരിഹരിക്കേണ്ടതല്ലേ? ഈ വിഷയങ്ങളൊക്കെയാണ് കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഈ ആഴ്ച പരിശോധിക്കുന്നത്. നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് ശുചിത്വ മിഷന്റെ ജില്ലാ കോർഡിനേറ്റർ KM സുനിൽകുമാറാണ്. മാലിന്യ മുക്ത കേരളം എന്ന് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിയും. വലിയൊരു സ്വപ്നമായി അത് അവശേഷിക്കുമോ? ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. എല്ലാ പ്രേക്ഷകർക്കും കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സ്വാഗതം ശ്രീ KM സുനിൽകുമാർ. നമ്മൾ ഈ മാലിന്യത്തിനെതിരായ പോരാട്ടം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലനായി നമുക്ക് മുന്നിലുള്ളത് പ്ലാസ്റ്റിക് തന്നെയാണ്. പക്ഷേ എൻ്റെ ഒരു ഏറ്റവും അടുത്ത ബന്ധു സുഹൃത്ത് ഒക്കെ ആയ ഒരാൾ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യം, നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ റോഡിൻ്റെ ഇരുവശവും പ്ലാസ്റ്റിക് മാലിന്യം, പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഇങ്ങനെ പറക്കുന്നത് വ്യാപകമായി കാണാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കാണാനില്ല. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ വിജയമല്ലേ? സന്തോഷമുണ്ട്. ഇങ്ങനെയൊരു നിരീക്ഷണം നടത്താൻ യഥാർത്ഥത്തിൽ പുറത്തുനിന്ന് പോയി വന്ന ഒരാൾക്ക് കഴിയുള്ളൂ. കാരണം നിരന്തരമായി നടത്തുന്ന ഒരു മാറ്റങ്ങൾ നമുക്ക് പെട്ടെന്ന് അനുഭവവേദ്യമാവില്ല. ഇപ്പോൾ കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ, അതുപോലെ വിവിധ മിഷനുകൾ, ശുചിത്വ മിഷനോടൊപ്പം തന്നെ ഹരിത കേരള മിഷനുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ എല്ലാവരും, അതുപോലെ ജില്ലാ ഭരണകൂടങ്ങൾ, സർക്കാർ, സംസ്ഥാന സർക്കാർ, അങ്ങനെ എല്ലാവരും ഒന്നിച്ച് ചേർന്ന് പ്രത്യേകിച്ച് ബ്രഹ്മപുരം സംഭവത്തിന് ശേഷം ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് നിരന്തരം ക്യാമ്പയിനുകളാണ്. നമ്മുടെ പഞ്ചായത്തുകളിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിലോ നമുക്ക് നോക്കിയാൽ അറിയാം, എന്നും ഏതെങ്കിലും ഒരു പരിപാടി ഈ മാലിന്യ മുക്ത ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് എല്ലാ മാസങ്ങളിലും, പ്രത്യേകിച്ച് മിക്കവാറും ദിവസങ്ങളിൽ തന്നെ നടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ശക്തമായിട്ടൊരു സംവിധാനം എന്ന രീതിയിൽ ഹരിതകർമ്മ സേന, ഏകദേശം 38,000-ഓളം അംഗങ്ങളുള്ള ഒരു ഹരിതകർമ്മ സേന സംവിധാനം സംസ്ഥാന സർക്കാർ അതിൻ്റെ ഉത്തരവ് പ്രകാരം 2017 തൊട്ട് 2020 വിശാലമായ ഉത്തരവ് പ്രകാരം ഉത്തരവ് പുറപ്പെടുവിച്ച് അതിനെ ഒരു വ്യവസ്ഥാപിതമായ ഒരു വ്യവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു മാറ്റമാണ് നമുക്ക് ഈ പറയുന്ന തങ്ങളുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ പുതിയ പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് കാണാം. ശരിക്കും എന്താണ് ഈ ശുചിത്വ മിഷൻ? ആ മിഷനെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ശുചിത്വ മിഷൻ എന്ന് പറയുന്നത് തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ടിൻ്റെ ലഭ്യത, അതുപോലെ തന്നെ ടെക്നോളജിക്കലായിട്ടുള്ള ഒരു സഹായം, സാമ്പത്തിക സഹായവും സാങ്കേതിക സഹായവും ലഭ്യമാക്കുക എന്നുള്ള രീതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. പ്രത്യേകിച്ച് ഈ മാലിന്യ സംസ്കരണ മേഖലയിലാണ് ഖരമാലിന്യ സംസ്കരണം, മറ്റ് ദ്രവമാലിന്യ സംസ്കരണം, പ്രത്യേക മാലിന്യങ്ങൾ, ഇപ്പോൾ മുടി മാലിന്യം, അതുപോലെ സാനിറ്ററി മാലിന്യം പോലെയുള്ള മാലിന്യങ്ങളിലും എങ്ങനെ കൈകാര്യം ചെയ്യാം, അതിനെ എന്തൊക്കെയാണ് നമുക്ക് സാങ്കേതികമായിട്ട് വേണ്ടത് എന്നൊക്കെ ഡയറക്ഷൻ കൊടുക്കുകയും അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം കൊടുക്കുകയും ചെയ്യുന്ന ഒരു
സ്ഥാപനം എന്നുള്ള രീതിയിൽ ശുചിത്വ മിഷനെ നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ വിവിധ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളും, ഇപ്പോൾ സാങ്കേതിക സഹായവും ഇതൊക്കെ ചെയ്യുന്നതിനപ്പുറം തന്നെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളും ശുചിത്വ മിഷൻ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. ഈ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായും ബന്ധപ്പെട്ട് ശുചിത്വ മിഷന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ പഞ്ചായത്തുകളായും മുനിസിപ്പാലിറ്റികളായാലും കോർപ്പറേഷനായാലും ശുചിത്വ മിഷൻ എല്ലാ മേഖലകളിലും അവരുടെ ഈ ശുചിത്വ മാലിന്യ മേഖലയിൽ, മാലിന്യ സംസ്കരണ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ഈ ശുചിത്വ മിഷന് പ്രത്യേക എന്തെങ്കിലും അധികാരങ്ങൾ, അതായത് ഏതെങ്കിലും ഒരു നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ നടപടിയെടുക്കാനുള്ള അധികാരങ്ങൾ ഇതൊക്കെ നൽകിയിട്ടുണ്ടോ? എന്താണ്, നിങ്ങൾ ഏത് രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനം ക്രോഡീകരിക്കുന്നത്? ശുചിത്വ മിഷൻ ഒരു അധികാര സ്ഥാപനമല്ല. മാലിന്യ സംസ്കരണം നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുള്ളത് തദ്ദേശഭരണ സ്ഥാപനങ്ങളെയാണ്. അപ്പോൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളെ എംപവർ ചെയ്യിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകുക എന്നുള്ളതുമാണ് ശുചിത്വ മിഷൻ ചെയ്തു വരുന്നത്. ഇപ്പോൾ ഈ വലിയ തോതിൽ നിങ്ങളുടെ ക്യാമ്പയിനും പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുമ്പോഴും പ്ലാസ്റ്റിക് നമുക്ക് പൂർണ്ണമായും നമ്മുടെ വിപണിയിൽ നിന്നും നമ്മുടെ കൈകളിൽ നിന്നും പൂർണ്ണമായും അങ്ങ് പോയി എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ വലിയ മാറ്റം പ്രകടമാണ്. ഈ ഒരു 80% നമ്മൾ അതിൻ്റെ വിജയത്തിലേക്ക് എത്തി എങ്കിൽ കൂടി ആ 20% ഇപ്പോഴും വില്ലനായി നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്കിത് പൂർണ്ണമായും ഇല്ലാതാക്കാൻ എന്താണ് തടസ്സം? പ്ലാസ്റ്റിക്കിനെ നമ്മളൊരു വില്ലൻ എന്നുള്ള രീതിയിൽ കാണുന്നത് അത്ര ശരിയല്ല എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം പ്ലാസ്റ്റിക് പോലെ നമുക്ക് നിത്യജീവിതത്തിൽ ഇത്രയും ഉപകാരപ്പെടുന്ന, അല്ലെ പ്ലാസ്റ്റിക്കിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയൊരു വസ്തു കണ്ടുപിടിച്ചിട്ടില്ല. ഒന്ന്, പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലെക്സിബിലിറ്റി. നമുക്ക് ഏറ്റവും ചെറിയ രീതി എന്ന് വെച്ചാൽ ഏറ്റവും മൃദുവായതും ഏറ്റവും കട്ടിയുള്ളതുമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാക്കാൻ പ്ലാസ്റ്റിക് നമുക്ക് ഉപയോഗിക്കാം. അതുമാത്രമല്ല അതിൻ്റെ വില, ഏറ്റവും കുറഞ്ഞ വിലയിലും ഇത് ഉപയോഗിക്കാം. പക്ഷേ നമുക്കിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വൈദ്യുതി നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിച്ചിട്ടാണ്. അതുപോലെ വൈദ്യുതി പോലെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ഒരു വസ്തുവാണ് പ്ലാസ്റ്റിക് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ പ്ലാസ്റ്റിക്കിൻ്റെ നമ്മുടെ ദുരുപയോഗം തടയാൻ പറ്റുള്ളൂ. പലപ്പോഴും നമ്മൾ ദുരുപയോഗമാണ് പ്ലാസ്റ്റിക്കിൻ്റെ കൊണ്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ മണ്ണിലേക്ക് ഈ പ്ലാസ്റ്റിക്കിന്റെ അവശിഷ്ടങ്ങളൊക്കെ വരുന്നതാണ് പ്രശ്നം. അതെ, തീർച്ചയായിട്ടും. മണ്ണിലേക്ക് മാത്രമല്ല, മണ്ണിൽ നിന്നും ജലത്തിലേക്കും, ജലത്തിൽ നിന്നും കടലിലേക്കും, കടലിൽ നിന്നും വീണ്ടും മത്സ്യത്തിലേക്കും, വീണ്ടും നമ്മുടെ വയറിലേക്കും വരുന്നു. ആ രീതിയിലുള്ള ഒരു ചക്രം ഇതിനകത്ത് രൂപപ്പെടുന്നുണ്ട്. ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം, ഇപ്പോഴേ തന്നെ നമുക്കറിയാം പല രീതിയിലുള്ള അസുഖങ്ങളും അല്ലെങ്കിൽ രോഗങ്ങളും പകർച്ചവ്യാധികളും ഒക്കെ വരുന്നത് മാലിന്യ സംസ്കരണം ശരിയായ രീതിയിൽ നടക്കാത്തത് കൊണ്ടാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അത് മറികടക്കണമെങ്കിൽ നമുക്ക് ഈ രീതിയിൽ കൃത്യമായിട്ടുള്ളൊരു ധാരണ ഓരോരുത്തരിലും വേണം. എല്ലാവരിലും ഇതെത്തുമ്പോഴാണ് ഇത് പൂർണ്ണമായിട്ടും വിജയിക്കുക എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഒരാൾ ഇതിൻ്റെ അകത്തുനിന്ന് ഈ വലയിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ അവിടെ ഒരു മാലിന്യം വലിച്ചെറിയുന്ന അവസ്ഥ ഉണ്ടാവുകയാണെങ്കിലും ഈ ഒരു പ്രവർത്തനത്തിൻ്റെ താളം തെറ്റും. വലിയ തോതിലുള്ള ക്യാമ്പയിനുകളൊക്കെ നടത്തിയതിൻ്റെ ഫലമായി ആളുകളിൽ ഒരു ബോധം വന്നിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക്കും ഈ മണ്ണിലേക്ക് ഇങ്ങനെയൊക്കെ വലിച്ചെറിയുന്നത് നമുക്ക് തന്നെ ദോഷം ചെയ്യും എന്നൊരു ബോധം ജനങ്ങൾക്കും വന്നു തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം മാത്രം നമ്മുടെ ഹരിതകർമ്മ സേന അംഗങ്ങൾ 1.5 ലക്ഷം ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് മാത്രം ശേഖരിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തൊട്ട് മുമ്പിലത്തെ വർഷം അതിൽ കുറച്ച് കുറവായിരുന്നു. ഓരോ വർഷവും ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യഥാർത്ഥ കാര്യം എന്ന് പറയുന്നത് അത്രയും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് അത് കളക്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം ഇത് റീസൈക്കിൾ ചെയ്യാം. 94% പ്ലാസ്റ്റിക്കും റീസൈക്കിൾ ചെയ്ത് വീണ്ടും 5 6 തവണ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതാണ് നമ്മൾ മണ്ണിൽ വലിച്ചെറിയുകയോ വെള്ളത്തിൽ വലിച്ചെറിയുകയോ ചെയ്തിട്ട് നശിപ്പിക്കുന്നത്. അപ്പോൾ രണ്ട് രീതിയിലും ആ ഒരു ഉൽപ്പന്നം എന്നുള്ള രീതിയിൽ പുനരുപയോഗിക്കാൻ പറ്റിയ ഒരു സാധനം നമ്മൾ വലിച്ചെറിയുന്നു, അതോടൊപ്പം മണ്ണിനെയും വെള്ളത്തിനെയും നാശം ആക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇതിനകത്ത് വരുന്ന ഒരു ഭീകരത എന്ന് പറയുന്നത്. ഈ മാലിന്യം ഇങ്ങനെ എന്തുകൊണ്ട് മാലിന്യം ഇവിടെ കടകളിൽ എത്തുന്നു എന്നുള്ളൊരു ചോദ്യമാണ് പലപ്പോഴും ഈ ഉപഭോക്താക്കളൊക്കെ ചോദിക്കുന്നത്. നിങ്ങൾ നൽകുന്നത് കൊണ്ടല്ലേ നമ്മൾ അത് വാങ്ങേണ്ടി വരുന്നത്. ഈ കടകളിൽ ഇത് എന്തുകൊണ്ട് എത്തുന്നു? നിങ്ങൾ കടകളിൽ പരിശോധന നടത്തുന്നു, എന്തുകൊണ്ട് ഈ ഇത്തരം പ്ലാസ്റ്റിക് കവറുകൾ, നിരോധിച്ച പ്ലാസ്റ്റിക് കവറുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളിൽ ഇതിൻ്റെ പരിശോധന നടക്കുന്നില്ല എന്നൊരു ചോദ്യം എപ്പോഴും ഉയർന്നു കേൾക്കാറുണ്ട്. സ്വാഭാവികമായും ശരിയല്ലേ ആ ചോദ്യം? തീർച്ചയായിട്ടും. എന്നും നമ്മളും അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. എന്തുകൊണ്ട് ഇത് ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നമുക്ക്
ഇത് നിരോധിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തിക്കൂടാ എന്നുള്ളത്. പലപ്പോഴും ഇതിൻ്റെ ഒരു ഉൽപ്പാദനം എങ്ങനെയാണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉള്ളുകള്ളികളിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇത് വളരെ ചെറിയ ഒരു മെഷീനറി ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു ചെറിയ കുടുസുമുറിയിൽ നമുക്ക് ലക്ഷക്കണക്കിന് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ അത് ലൈസൻസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ പഞ്ചായത്തോ അല്ലെങ്കിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളോ അറിയണമെന്നില്ല. ഒരു മെഷീനറിയും ഈ പറയുന്ന കുറച്ച് പെല്ലറ്റുകളും ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇതിനെ ഒരു ക്യാരി ബാഗായിട്ട് രൂപാന്തരപ്പെടുത്താം. അതുമാത്രമല്ല, ഇത് സപ്ലൈ ചെയ്യുന്ന ഒരു ചെയിൻ എന്ന് പറയുന്നത്, അല്ലെ സപ്ലൈ ചെയ്യുന്ന പാക്കറ്റുകളിൽ ഒരിക്കലും ഉൽപ്പാദകൻ്റെ അഡ്രസ്സോ ഫോൺ നമ്പറോ അല്ലെങ്കിൽ മറ്റൊരു വിവരങ്ങളും ഉണ്ടാവില്ല. നമുക്ക് ഏത് പാക്കറ്റിലും, ഒരു ബിസ്ക്കറ്റ് പാക്കറ്റിൽ പോലും ഏത് കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നു, അവരുടെ അഡ്രസ്സ് എന്താണ് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഉൽപ്പാദന കേന്ദ്രങ്ങൾ പലപ്പോഴും അജ്ഞാതമാണ്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും അങ്ങനെ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കുറച്ച് നാൾ മുമ്പ് എറണാകുളത്ത് ഇതേപോലെ വ്യാജമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു ഫാക്ടറി സീൽ ചെയ്തു. അത് മറ്റൊരു പേരിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അത് യാദൃശ്ചികമായി അത് കണ്ടെത്തുകയും പരാതി വരികയും ഒക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചപ്പോൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളാണെന്ന് മനസ്സിലാക്കി അത് നമുക്ക് സീൽ ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു വിവരം എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും പൂട്ടിക്കാൻ പറ്റും. ഇപ്പോഴുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഇത് വിതരണം ചെയ്യുന്നത് കേരളത്തിലാണെങ്കിലും പല ഏജൻസികളും വളരെ സ്വകാര്യമായിട്ടാണ് അല്ലെങ്കിൽ നിയമത്തിൻ്റെ കണ്ണ് വെട്ടിച്ചാണ് ഇത് വിതരണം ചെയ്യുന്നത്. പക്ഷേ ഉൽപ്പാദിപ്പിക്കുന്നത് പലപ്പോഴും കേരളത്തിന് വെളിയിലുള്ള പല സംസ്ഥാനങ്ങളിലും ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ പോയി നിരോധിക്കുക അല്ലെങ്കിൽ നിരോധനത്തിനുള്ള പ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കൊണ്ടുവരുന്ന സാഹചര്യങ്ങളും പലപ്പോഴും പല വാഹനങ്ങളും മറ്റു പല രീതിയിലും കൊണ്ടുവരുന്നതിൻ്റെ കൂടെയാണ് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും കൊണ്ടുവരുന്നത്. ചിലപ്പോൾ ടൂറിസ്റ്റ് ബസ്സുകളിൽ കൊണ്ടുവരുന്നുണ്ട്, ചിലത് മറ്റ് തിരിച്ചു വരുന്ന ലോറികളിൽ, കണ്ടെയ്നർ ലോറികളിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും പരിശോധിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളതും ഒരു വാസ്തവം തന്നെയാണ്. ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിന് നിരോധനമില്ലേ? ഈ കേരളത്തിൽ മാത്രമാണോ ഇതിന് ഈ മൈക്രോ 30 കേരളത്തിൽ നിരോധനം പൂർണ്ണമായി പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പൂർണ്ണമായും നിരോധിച്ച സംസ്ഥാനമാണ് കേരളം. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് 120 മൈക്രോൺ വരെ മാത്രമേ നിരോധിച്ചിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് ആ പേരിൽ വേണമെങ്കിൽ അവിടെ നിർമ്മിക്കാം. പക്ഷേ ഒരിക്കലും 120 മൈക്രോൺ ആണോ അല്ലെ 60 മൈക്രോൺ ആണോ എന്നൊന്നും ആലോചിച്ചിട്ടല്ല ആൾക്കാർ ഇത് വാങ്ങിക്കുന്നത്. അപ്പോൾ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്കിവിടെ കൊണ്ടുവരാനുള്ള സാഹചര്യവും നിലവിലുണ്ട് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതൊരു നമുക്ക് രാജ്യത്തെ എമ്പാടും ഒരു നിയമം കൊണ്ടുവരേണ്ടതിൻ്റെ ഒരു ആവശ്യമാണ് ഇതിൽ നിന്നും നമുക്ക്. കാരണം അവിടെ ആ സംസ്ഥാനത്ത് അത് ഉപയോഗിക്കാം, ഇവിടെ ഉപയോഗിച്ചുകൂടാ. അപ്പോൾ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നു, അത് ഇവിടേക്ക് എത്തുന്നു. അപ്പോൾ രാജ്യം മുഴുവൻ ഒരു നിയമം വരണം. അതെ, പ്രത്യേകിച്ച് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളം എന്നത് മറ്റേത് സംസ്ഥാനത്തെക്കാളും ഉപഭോക്തൃ സംസ്കാരമുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഉപയോക്താക്കൾ ഇവിടെ ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ 120 മൈക്രോണോ അതിൽ കൂടുതലോ ഒക്കെ ഉപയോഗിക്കുമ്പോഴും ഇവിടെ നമുക്കത് വേണ്ടതില്ല എന്നുള്ളതൊരു മാറ്റം, എപ്പോഴും ഒരു മാതൃകയാകുന്ന സംസ്ഥാനം എന്നുള്ള രീതിയിൽ നമുക്കൊരു മാറ്റം കൂടി വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് പൂർണ്ണമായും പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ നിരോധിച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളാണ്. അപ്പോഴും നമുക്കൊരു ഓപ്ഷൻ അവിടെയുണ്ട്. ബയോ ക്യാരി ബാഗുകൾ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ നിയമപ്രകാരം നടത്താം. പക്ഷേ പലപ്പോഴും ബയോ ക്യാരി ബാഗുകളും നേരത്തെ പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക് എന്ന അസംസ്കൃത വസ്തുവിൽ നിന്ന് ഉണ്ടാക്കുകയും അതിന് പൂർണ്ണമായിട്ടുള്ള ലൈസൻസ് ഇല്ലാതെ വിപണിയിൽ വരുന്നതും ഒരു ബുദ്ധിമുട്ട് തന്നെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം 90% നമ്മുടെ ഒരു പരിശോധനയിൽ എത്തിയത് 90% ബയോ ക്യാരി ബാഗുകൾ പോലും ഈ പറയുന്ന രീതിയിൽ ലൈസൻസ് ഇല്ലാതെ തന്നെ വരുന്നതാണ് എന്നുള്ളത്, വ്യാജം ആണ് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഇതിൻ്റെ ഒരു ഇര എന്ന് പറയുന്നതും ഉപഭോക്താക്കൾ തന്നെയാണ്. ഈ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ നിരോധിച്ചു, പകരം ഈ സാധനങ്ങൾ വാങ്ങാൻ ഒരു സംവിധാനമില്ല. അവിടെ ഈ തുണിസഞ്ചികളും മറ്റ് സഞ്ചികളുമൊക്കെ വന്നു. 15 രൂപയും 20 രൂപയും ഒക്കെയാണ് അതിന് ഈടാക്കുന്നത്. ഒരു വലിയ ഷോപ്പിൽ, ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ പോലും അവിടെ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ ഇട്ട് വരണമെങ്കിൽ വീണ്ടും ഒരു 20 രൂപ
ചെലവഴിക്കേണ്ട സാഹചര്യം ഉപഭോക്താക്കൾക്ക് വന്നിട്ടുണ്ട്. നേരത്തെ 50 പൈസക്കൊക്കെ കിട്ടിയിരുന്ന സാധനമാണ് ഇപ്പോൾ ഈ 20 രൂപ ആയിട്ടുള്ളത്. ഇതും ഒരു നിയന്ത്രിക്കേണ്ടതല്ലേ? ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ ആ സാധനം ഇട്ട് കൊടുക്കാനുള്ള സഞ്ചി അത് നിയമാനുസൃതമുള്ള സഞ്ചി അത് കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാക്കണം. അതും ഉപഭോക്താവിൻ്റെ പെരടിക്ക് വെച്ച് കെട്ടുകയാണ് ശരിക്കും ചെയ്യുന്നത്. അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നേരത്തെ ഒരു കടയിൽ പോവുക എന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ ഉദ്ദേശത്തിലാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. പലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നതിൽ ഒരു ഭാഗമാണ് സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർക്കറ്റിലോ പോകുന്നത്. ഇതിൽ 2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഒന്ന്, നിശ്ചിതമായ ഒരു സഞ്ചി, ഒരു തുണിസഞ്ചി അല്ലെങ്കിൽ അങ്ങനെയുള്ള നിരന്തരമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കവർ അല്ലെങ്കിൽ പാത്രങ്ങളോ ഏത് രീതിയിൽ ഓരോ ഐറ്റത്തിനനുസരിച്ച് വ്യത്യാസപ്പെടാം. ഒന്ന്, നമ്മുടെ മിക്കവാറും സ്വകാര്യ വാഹനങ്ങളിലാണ് പോകുന്നത്, ഒന്ന് സൂക്ഷിക്കുക. അത് വളരെ ചിലവ് കുറഞ്ഞ ഒരു സംവിധാനമാണ്. നമുക്ക് നിരന്തരം എത്രയോ വർഷങ്ങളോളം ഒരു തുണിസഞ്ചി ഉപയോഗിക്കാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയൊരു കസ്റ്റമർ വലിയ രീതിയിൽ ഇത്ര രൂപ വാങ്ങിക്കുന്ന ആൾക്ക് ഒരു ഫ്രീ എന്നുള്ള രീതിയിൽ നമ്മുടെ കടക്കാർക്കും കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത് ചെയ്യാതെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, അടുത്ത തവണ ഈ തവണ 20 രൂപയോ അല്ലെങ്കിൽ 30 രൂപയോ നിങ്ങൾ വാങ്ങിച്ചാൽ അടുത്ത തവണ നിങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു തുണിസഞ്ചി എടുത്ത് വരുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതല്ല, ഇത് 5 രൂപയുടെ ഒരു സാധനമാണ് ഈ ഇത്രയും പൈസക്ക് വിൽക്കുന്നത്. 5 രൂപയാണെങ്കിൽ കുഴപ്പമില്ല, അതിലും കച്ചവടമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് തോൽപ്പിക്കാൻ പറ്റുന്നത് സ്വന്തമായിട്ടൊരു സഞ്ചി കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതോടൊപ്പം ഈ നേരത്തെ പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഒഴിവാക്കി ബയോ ക്യാരി ബാഗുകൾ കൊടുക്കുന്ന ഒരു സംവിധാനം 5-6 രൂപക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ പാക്കറ്റ് ചെയ്ത് കൊടുക്കുന്ന വസ്തുക്കൾക്കും ഈ രീതിയിൽ തന്നെ അവർക്ക് മാർക്കറ്റ് ചെയ്യാം, ഉപഭോക്താക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അവരുടെ ലാഭത്തിൻ്റെ ചെറിയ ശതമാനം. ക്യാരി ബാഗുകളായി വാങ്ങുന്ന അതിന് മാത്രമാണ് ഇപ്പോൾ ഈ നിരോധനമുള്ളത്. ഈ ക്യാരി ബാഗുകളല്ലാതെ ഇങ്ങനെ പിടിയില്ലാത്ത പ്ലാസ്റ്റിക് ബാഗുകൾ അത് വ്യാപകമാണ്. ഇപ്പോൾ അതിനകത്താണ് ഇപ്പോൾ എല്ലാ സാധനങ്ങളും നിൽക്കുന്നത്. അതിന് നിരോധനമില്ല. തീർച്ചയായിട്ടും നിരോധിച്ചിട്ടുണ്ട്. 50 മൈക്രോണിൽ കൂടുതലുള്ളത് മാത്രമേ പാക്കിങ്ങിന് ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഒരു നിയമം തന്നെയുണ്ട്, എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി എന്നാണ് പറയുക. ഞാൻ നിയമത്തിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഏത് പാക്ക് ചെയ്ത വസ്തുവിലും പാക്കേജ്ഡ് ആയിട്ടുള്ള വസ്തുവിലും ആ ഉൽപ്പാദകൻ്റെ അല്ലെങ്കിൽ വിതരണക്കാരൻ്റെ അഡ്രസ്സും പേരും ഫോൺ നമ്പറും ഒക്കെ ഉൾപ്പെടെ ആരാണോ ഈ പാക്കറ്റ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് നിർബന്ധമായിട്ട് ആ പാക്കറ്റിന് മേലെ വേണം. അതാണ് പാക്കേജിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ അതിന് EPR എന്ന് പറയുന്ന നിയമം പറയുന്നത്, ഏതെങ്കിലും ഒരു കമ്പനി, നമുക്കൊരു ഉദാഹരണത്തിന് കൊക്കക്കോള കമ്പനി എടുക്കും. കൊക്കക്കോള കമ്പനി ധാരാളം ടൺ കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ടൺ ബോട്ടിലുകൾ ഓരോ വർഷവും അവരുപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന ആ കമ്പനി ഓരോ വർഷവും കൃത്യമായിട്ട് ഞങ്ങൾ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഇത്ര ടൺ ഉപയോഗിച്ചു എന്നുള്ള ഒരു കണക്ക് സർക്കാരിന് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ അത്രയും ടണ്ണിന് ആനുപാതികമായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് അനുസരിച്ച് അവർ റീസൈക്കിൾ ചെയ്യണം എന്നുള്ള നിയമം കൂടിയാണ് ഈ EPR എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഏത് കമ്പനിയുടെ പാക്കറ്റ് ആയാലും ഞാനത് റീസൈക്കിൾ ചെയ്തു എന്നൊരാൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ലയബിലിറ്റി കൊടുക്കാനുള്ള ബാധ്യത ആ കമ്പനിക്കുണ്ട്, അല്ലെങ്കിൽ സർക്കാർ അത് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെറുതെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നും യാതൊരുവിധ പാക്കിങ്ങിൻ്റെ ഒരു അഡ്രസ്സും ഒന്നുമില്ലാതെ കവറ് വാങ്ങിച്ച് കൊണ്ടുപോകുന്നത് നിയമപരമായിട്ട് അത് നിലനിൽക്കുന്നതേ അല്ല. പക്ഷേ പലപ്പോഴും നമ്മുടെ ഈ പറയുന്ന ഒരു ഉപഭോക്താവിനെ ദ്രോഹിക്കുക എന്നുള്ളൊരു നിലപാട് വേണ്ട എന്നുള്ളതുകൊണ്ട് മാത്രമാണ് 50 മൈക്രോണിൽ കൂടുതലുള്ളത് നമ്മൾ ഉപയോഗിക്കാനുള്ള, പാക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കാനുള്ള നിയമത്തിൻ്റെ ആ പഴുതിലൂടെ അവർ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ അതും നമുക്ക് നിയമപരമായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ ഹരിത കർമ്മസേന അവരുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. അവരിങ്ങനെ വീടുകളിലൊക്കെ എത്തി പ്ലാസ്റ്റിക് മാലിന്യം ഇങ്ങനെ ജൈവം അജൈവം എന്നൊക്കെ പറഞ്ഞ് തരംതിരിച്ച് വാങ്ങി കൊണ്ടുപോകുന്നുണ്ട്. അതിന് ഒരു യൂസർ ഫീ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത് കൊടുക്കാൻ പലപ്പോഴും തയ്യാറാകാത്ത പ്രശ്നം, അത് അവരുമായി കലഹിക്കുന്ന പ്രശ്നം, ഇതൊക്കെ ഉണ്ടാകാറുണ്ട്. അത് വലിയ ഒരു പ്രയാസം സൃഷ്ടിക്കുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഹരിതകർമ്മ സേന എന്ന് പറയുന്നത്
ലോകത്ത് എവിടെയും ഇല്ലാത്തൊരു സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത്. മറ്റെവിടെ നിങ്ങൾ നോക്കിയാലും അവിടെ കേന്ദ്രീകൃതമായിട്ടാണ് മാലിന്യ സംസ്കരണം നടക്കുന്നത്. എല്ലാ ജൈവവും അജൈവവും ഒക്കെ ശേഖരിച്ച് കൊണ്ടുപോയി ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഏതാണോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ഒക്കെ ശേഖരിച്ച് കൊണ്ടുപോയി അവരാണ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ രണ്ട് രീതിയിലാണ് നമ്മളിതിനെ മാറ്റിയെടുത്തത്. ഒന്ന്, കേന്ദ്രീകൃതമായി പ്ലാസ്റ്റിക് പോലെയുള്ള അജൈവ മാലിന്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്യുന്നു. അല്ലാതെ ജൈവ മാലിന്യങ്ങൾ അതാത് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണോ അവിടെ തന്നെ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തു. ഇതിനു വേണ്ടി കോടിക്കണക്കിന് രൂപ നമ്മുടെ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട്. ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജില്ലയിലെ തന്നെ ഏകദേശം 55% വീടുകളിൽ സർക്കാർ കൊടുത്ത ഉപകരണങ്ങളുണ്ട് എന്നുള്ളതാണ് കണക്കാക്കുന്നത്. അപ്പോൾ അത് രണ്ട് രീതിയിൽ നമുക്കത് കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ കേരളത്തിന് വെളിയിൽ പോയാൽ നമുക്ക് പലപ്പോഴും ഒരു കോളനി പോലെയാണ് 150, 200, 500 വീടുകൾ അല്ലെങ്കിൽ ടൗണുകൾ ഒന്നിച്ചാണ് നമുക്ക് കാണാൻ പറ്റുക, ഒരു ക്ലസ്റ്ററുകളായിട്ട്. പക്ഷേ കേരളത്തിൽ എവിടെയും വീടാണ്, വയലിലായാലും കരയിലായാലും മലയിലായാലും ഒക്കെ വീടുകൾ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്കൊരു കേന്ദ്രീകൃത സംവിധാനം കൊണ്ടുവരാൻ ജൈവ മാലിന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ പറ്റാത്തത്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ ഒരു ബദൽ മാർഗം എന്നുള്ള രീതിയിൽ ഓരോരുത്തരും അവരവരുടെ മാലിന്യം സംസ്കരിക്കുക എന്നുള്ള രീതിയിൽ ഉപാധികൾ കൊടുത്ത് അവർക്ക് സഹായം നൽകിയത്. അത് ഒരു പരിധിവരെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളായി നമ്മുടെ അജൈവ മാലിന്യത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളതെങ്കിലും ഈ വർഷം ജൈവ മാലിന്യ സംസ്കരണ സംവിധാനത്തിൽ കൂടി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം അതിനുള്ള നടപടികളൊക്കെ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ ജില്ലയിൽ തന്നെ 7ഓളം സ്ഥാപനങ്ങൾ, തദ്ദേശഭരണ സ്ഥാപനങ്ങൾ പൂർണ്ണമായും ജൈവ മാലിന്യ സംസ്കരണത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ മാസം തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നതോടുകൂടി ഇതൊരു പൈലറ്റ് പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ പൂർണ്ണമായി സംസ്ഥാനത്തെ എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും ഇത് കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ ജൈവ മാലിന്യത്തിലും അജൈവ മാലിന്യത്തിലും ഒരേപോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഹരിതകർമ്മ സേന നമ്മുടെ ജില്ലയിൽ തന്നെ ഏകദേശം 2300ഓളം ഹരിതകർമ്മ സേനാംഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെല്ലാവരും ഓരോ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ 10-60 വീടുകളിൽ പോയി കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഈ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉൾപ്പെടെ കലണ്ടർ പ്രകാരമാണ് ശേഖരിക്കുന്നത്. പ്ലാസ്റ്റിക് മാത്രമല്ല, അതോടൊപ്പം ചെരുപ്പ് ശേഖരിക്കുന്നുണ്ട്. ഓരോ മാസവും പ്രത്യേകിച്ച് ഗുളിക പോലെയുള്ള അതിൻ്റെ കവറുകൾ ശേഖരിക്കുന്നുണ്ട്. പിന്നെ ബൾബ് പോലെയുള്ള ഇലക്ട്രിക് മാലിന്യങ്ങളൊക്കെ ശേഖരിക്കുന്നുണ്ട്. ഓരോ മാസവും കലണ്ടർ തുണി ശേഖരിക്കുന്നുണ്ട്. അങ്ങനെ വിവിധ തരം പാഴ്വസ്തുക്കളും കൂടി ഓരോ മാസവും പ്ലാസ്റ്റിക്കിനോടൊപ്പം തന്നെ ശേഖരിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും പൊതുസമൂഹം ഇവരെ ഒരു ചൂഷകരായിട്ടാണ് കാണുന്നത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് ആർക്കെങ്കിലും ഈ സമൂഹത്തിലുള്ള ഇന്ന് ജീവിക്കുന്ന ആർക്കെങ്കിലും ഒരു ദിവസം തന്നെ എല്ലാ ദിവസവും കിലോമീറ്ററുകളോളം നടക്കുകയും നമ്മുടെ വീട്ടിൽ വരികയും വീട്ടിൽ വന്നിട്ട് ഇവിടെ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാഴ്വസ്തുക്കൾ ഉണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നൊരു പ്രവർത്തനത്തിന് അവർക്കൊരു നിശ്ചിതമായിട്ടുള്ള ഒരു കൂലി ആവശ്യമുണ്ട്. പലപ്പോഴും ഇത് തെറ്റിദ്ധരിച്ചിട്ടാണ് ഞങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക് ഒന്നും ഇല്ല എന്ന് പറയുന്ന ഒരു വീട്ടുടമ അയാൾ എത്രമാത്രം ഒരു അധിക്ഷേപകരമായിട്ട് അല്ലെങ്കിൽ മോശമായിട്ടാണ് ഈ വരുന്ന ഒരാളോട് പെരുമാറുന്നത് എന്ന് നമുക്ക് അപ്പം തന്നെ മനസ്സിലാകും. കാരണം എത്രയോ കാതങ്ങൾ താണ്ടിയിട്ടാണ് ഇവർ ഈ വീട്ടിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ രാവിലെ പുറപ്പെടുമ്പോൾ ഒരു ഹരിതകർമ്മ സേനാംഗത്തിൻ്റെ കയ്യിൽ ഒരു ഒഴിഞ്ഞ സഞ്ചിയായിരിക്കും. എന്നാൽ ഒന്നാമത്തെ വീട് കയറുമ്പോൾ തന്നെ അവരുടെ കയ്യിലേക്ക് വെയിറ്റ് വരികയാണ്. രണ്ടാമത്തെ വീട്, മൂന്നാമത്തെ വീട്, അങ്ങനെ ഒരു 10-30 വീടൊക്കെ കയറുമ്പോഴത്തേക്കും 10, 20, 25, 30 കിലോ ഒക്കെയുള്ള ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഒരു ചാക്ക് കെട്ടും കൊണ്ടാണ് ഇവർ നടന്ന് നീങ്ങുന്നത്. അത് എത്രമാത്രം അധ്വാനം അവർക്കുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതാണ്. എപ്പോഴും അവരോട് അരികു ചേർന്ന് നിൽക്കേണ്ട നമ്മുടെ ഭൂമിയെയും മണ്ണിനെയും സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ള നമ്മൾ തന്നെ അത് സംരക്ഷിക്കുന്നവരെ വഴക്ക് പറയുന്നൊരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സമീപകാലത്ത് ഒരു പരിധിവരെ അല്ലെങ്കിൽ ഒരു 99% ആൾക്കാരും ഇവരോട് സഹകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഈ
ഹരിത കർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനം, ശുചിത്വ മിഷൻ്റെ പ്രവർത്തനം, ഹരിത മിഷൻ്റെ പ്രവർത്തനം, ഇങ്ങനെ വിവിധ മിഷനുകൾ എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഈ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു മാറ്റം പ്രകടമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഇത് എന്നത്തേക്ക് നമുക്കൊരു ശുചിത്വ സമ്പൂർണമായ ഒരു കേരളം, മാലിന്യമുക്ത കേരളം എന്ന പ്രഖ്യാപിതമായ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എപ്പോഴെത്താൻ കഴിയും? ഇനി എത്ര കാലം വേണം അതിന്? മാലിന്യമുക്ത കേരളം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ആഗ്രഹം തന്നെയാണ്. പക്ഷേ അതിലേക്ക് എത്താൻ കുറച്ചുകൂടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ പ്ലാസ്റ്റിക് എന്നതിനെ ഒരു പരിധിവരെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റു പാഴ്വസ്തുക്കളും മാലിന്യങ്ങളും നമ്മുടെ മുന്നിൽ ഉണ്ട്. അതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ മാലിന്യം പോലെ തന്നെ ഇപ്പോൾ അതിലും ഭീകരമായിട്ട് എനിക്ക് തോന്നുന്നത് സാനിറ്ററി ഡയപ്പറുകൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് ഇപ്പോൾ കൂടുതലും. സ്ഥാപനങ്ങളിലൊന്നും സംസ്കരണത്തിന് ഇല്ല. നിലവിൽ കണ്ണൂരിൽ സംസ്കരണ സംവിധാനം എന്ന് പറയുന്നത് നമുക്കൊരു 5-6 മാസത്തിന് ശേഷം മാത്രമേ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുന്ന സംവിധാനങ്ങളുള്ളൂ. പക്ഷേ അവിടെയും നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ ഇത് കളക്ട് ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ട്. ഇപ്പോൾ ഏജൻസികൾ ഒന്നിലധികം ഉണ്ട്. ആക്രി എന്ന് പറയുന്നുള്ള ഒരു ഏജൻസിയുമായിട്ട് ഇപ്പോൾ നമ്മുടെ പല തദ്ദേശഭരണ സ്ഥാപനങ്ങളും അവരുമായിട്ട് കരാറിലേർപ്പെട്ട് കളക്ട് ചെയ്യുന്നുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇരിട്ടി നഗരസഭ അവരുമായിട്ട് എഗ്രിമെൻ്റ് ഏർപ്പെട്ടു. അതുപോലെ ഇന്നിപ്പോൾ ആന്തൂർ നഗരസഭ എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടു. അപ്പോൾ അവർ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന സ്ഥലത്ത് വന്ന് നമ്മുടെ സാനിറ്ററി മാലിന്യം എന്ന് വെച്ചാൽ ഡയപ്പർ പോലെയുള്ള മാലിന്യങ്ങൾ അവരത് പാമ്പേഴ്സ് പോലെയുള്ള മാലിന്യങ്ങൾ കളക്ട് ചെയ്ത് അവർ കൊണ്ടുപോയി അവർക്ക് പലപ്പോഴും കത്തിക്കുന്നത് വലിയ തീർച്ചയായിട്ടും അത് ഏറ്റവും വലിയ നമ്മുടെ പ്ലാസ്റ്റിക് തന്നെയാണ് അതിനകത്തേക്കും കൂടുതലും വരുന്നത്. അപ്പോൾ അതൊരു പാരിസ്ഥിതിക പ്രശ്നം തന്നെയാണ്. കത്തിക്കുന്നതിനപ്പുറം പലപ്പോഴും ഇത് വലിച്ചെറിയാണ് ചെയ്യുന്നത്. റോഡ് സൈഡിലും ഒക്കെ ഇപ്പോൾ വലിച്ചെറിയുന്നത് പ്ലാസ്റ്റിക്കിന് പകരം ഡയപ്പർ മാലിന്യങ്ങളും പാമ്പേഴ്സ് പോലെയുള്ള ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന അങ്ങനെയുള്ള മാലിന്യങ്ങളുമാണ് വലിച്ചെറിയപ്പെടുന്നത്. കൂടുതലും നമ്മളിപ്പോൾ കണ്ടുവരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആക്രി എന്ന് പറയുന്ന ഒരു സംവിധാനം അതൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉൾപ്പെടെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അവർ വന്ന് അവരുടെ കവർ തരുന്നു. അവരത് നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിച്ച് കൊണ്ടുപോകുന്നു. അതിന് വില കൊടുക്കണം. കിലോഗ്രാമിന് ഏകദേശം 40 തൊട്ട് 50 രൂപ വരെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അവരത് കൊണ്ടുപോയിട്ട് എറണാകുളത്തുള്ള കേരള എൻവിറോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സംസ്ഥാന സർക്കാർ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയി അവിടെ സംസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജില്ലാതലത്തിലുള്ള തനതായ സംവിധാനം വരുന്നത് വരെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തിനെ ആശ്രയിക്കാൻ പറ്റുന്ന രീതിയിലേക്കും നമ്മൾ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ മാലിന്യത്തിന് വേണ്ടി നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഹരിതകർമ്മ സേന പലപ്പോഴും ഈ മാലിന്യ ശേഖരണം നടത്താറുണ്ട്. അവർക്ക് കിട്ടുന്നത് ചില ട്യൂബുകളും അങ്ങനെയൊക്കെയുള്ള ഒക്കെ കിട്ടാറുണ്ട്. പക്ഷേ ഈ വർഷം നമ്മുടെ ഒരു ഡ്രൈവ് തന്നെ ക്ലീൻ കേരള കമ്പനിയുമായിട്ട് ചേർന്ന് ഒരു ഡ്രൈവ് ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിൽ നഗരഭരണ സ്ഥാപനങ്ങൾക്ക് ജൂലൈ 15 തൊട്ട് ആഗസ്റ്റ് 15 വരെ അങ്ങനെ ഒരു ഡ്രൈവ് നടന്നിരുന്നു. സ്വാഭാവികമായിട്ടും ഹരിതകർമ്മ സേന ശേഖരിക്കുന്ന പാഴ്വസ്തുക്കൾക്ക് 1 രൂപ പോലും കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയും വീട്ടുകാർക്കുണ്ട്, അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കുണ്ട്. അതുകൂടി പരിഹരിച്ചിട്ടാണ് നമ്മുടെ ഈ മാലിന്യ ശേഖരണ ഡ്രൈവ് നടത്തിയത്. അതിൽ ഓരോ വസ്തുവിനും കിലോഗ്രാമിന് ഇത്ര രൂപ എന്നുള്ളൊരു നിരക്കിൽ ആ വീട്ടുകാരന് അല്ലെ സ്ഥാപനത്തിന് കൊടുക്കുന്ന രീതിയിലാണ് നമ്മുടെ ഫ്രിഡ്ജ്, ടെലിവിഷൻ, അതുപോലെയുള്ള കമ്പ്യൂട്ടർ തുടങ്ങിയ ഈ മാലിന്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോന്നിനും ഒരു നിശ്ചിത തുക ഹരിതകർമ്മ സേന അങ്ങോട്ട് കൊടുത്ത് സ്വീകരിക്കുന്ന ഒരു സംവിധാനമാണ്. അത് നമ്മുടെ ആ ഡ്രൈവ് പ്രകാരം ഏകദേശം 5 ടണ്ണോളം ഈ മാലിന്യം നമ്മുടെ മുനിസിപ്പാലിറ്റികളിൽ നിന്ന്, കണ്ണൂർ ജില്ലയിലെ മുനിസിപ്പാലിറ്റികളിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒക്ടോബർ 1 മുതൽ 31 വരെയുള്ള കാലയളവിൽ നമ്മുടെ പഞ്ചായത്തുകളിലും ഈ ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കയ്യിലുള്ള വീട്ടിലുള്ള ഉപയോഗിക്കാതെ കിടക്കുന്ന ഈ മാലിന്യം മുഴുവൻ ഈ ഹരിതകർമ്മ സേന കളക്ട് ചെയ്യുന്ന ഒരു ക്യാമ്പയിനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
അതോടൊപ്പം ഈ കൊടുക്കുന്നതോടൊപ്പം തന്നെ ആ വീട്ടുകാരന് അല്ലെങ്കിൽ സ്ഥാപന ഉടമക്ക് അതിൽ നിന്നും ചെറിയൊരു വരുമാനവും കൂടി ലഭ്യമാകുന്ന രീതിയിലാണ് ഈ ഒരു ക്യാമ്പയിൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ശുചിത്വ മിഷന്റെ പ്രവർത്തനം കണ്ണൂർ ജില്ലയിൽ വലിയ തോതിൽ പ്രശംസ പിടിച്ചുപറ്റിയ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. നിങ്ങൾ നടപ്പാക്കി എന്ന് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം ഏതാണ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? നമ്മൾക്ക് ഏറ്റവും നന്നായിട്ട് നടപ്പിലാക്കാൻ പറ്റിയത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ക്യാമ്പയിൻ പ്രവർത്തനം തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ പലതരം ക്യാമ്പയിനുകൾ, പ്രത്യേകിച്ച് നഗരഭരണ ULBകൾ എന്ന് പറയും, നമ്മുടെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള നഗരഭരണ സ്ഥാപനങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളിലും വിവിധ തരം ക്യാമ്പയിനുകൾ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഭാഗമായിട്ട് ശുചിത്വോത്സവം എന്നുൾപ്പെടെയുള്ളത്, അതുപോലെ നമ്മുടെ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന സ്കൂളുകളിൽ വലിയ കാര്യമായിട്ടുള്ളൊരു മാറ്റം ജില്ലയിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് ഈ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ എല്ലാ സ്കൂളുകളിലും മിക്കവാറും എല്ലാ അധ്യാപകരും ഇതിൻ്റെ ഭാഗമായിട്ടും കുട്ടികളിലും ആ ഒരു അവബോധം സൃഷ്ടിക്കാനുള്ള പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു. കഴിഞ്ഞ വർഷവും കഴിഞ്ഞിട്ടുണ്ട്, ഈ വർഷവും അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടർച്ചയായിട്ട് പോകുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സംതൃപ്തി. ശുചിത്വ മിഷൻ്റെ ഭാഗമായിട്ട് ഈ കുട്ടികളിൽ ഉണ്ടാക്കിയ ഒരു അവബോധമാണ് നമുക്ക് ഏറ്റവും സംതൃപ്തി നൽകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഗുണം നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഇനിയുള്ള തലമുറയെങ്കിലും നമുക്ക് ഈ ഒരു ശുചിത്വ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കുട്ടികൾ സ്കൂളിൽ നിന്നും പറയുന്ന കാര്യങ്ങളൊക്കെ അത് വീട്ടിൽ പോയി അത് നടപ്പാക്കുന്നുണ്ട് എന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? വീടുകളിലെ പ്ലാസ്റ്റിക് മാലിന്യം, നിങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യം എവിടെയെങ്കിലും വലിച്ചെറിയുമ്പോൾ കുട്ടികൾ അത് തടയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ? തീർച്ചയായും പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് പല അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ മുന്നിൽ തന്നെയുള്ള ഒരു ഉദാഹരണം, 2 സ്കൂൾ കുട്ടികൾ, കുറുമാത്തൂരിലുള്ള 2 സ്കൂൾ കുട്ടികൾ ഹരിതകർമ്മ സേന അവർ മിനി MCFലേക്ക് അവരുടെ ചാക്ക് കെട്ട് കൊണ്ടുപോകുമ്പോൾ അവരെ വീട്ടിൽ പോയി സൈക്കിൾ എടുത്ത് കൊണ്ടുവന്ന് അവരെ സഹായിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ കുട്ടികളിലേക്ക് ആ ഒരു മാറ്റം ഉണ്ടായി എന്നുള്ളതാണ്. നേരത്തെ ആണെങ്കിൽ ഹരിതകർമ്മ സേന എന്താണെന്ന് പോലും അറിയാതിരുന്ന കുട്ടികൾക്ക് അവരെ സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടായി എന്നുള്ള രീതിയിലേക്ക് കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ കുട്ടികളിലേക്ക് മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയൊരു സന്തോഷമുള്ളതാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട തദ്ദേശഭരണ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോലും പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ജില്ലയിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ആ കുട്ടികളിൽ ആ ഒരു ബോധം ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴും മാറാത്തത് അവരുടെ വീട്ടിലുള്ള ആൾക്കാർ എന്നുള്ള നമുക്ക് കുറേ തെറ്റായ ശീലങ്ങൾ, ആ ശീലങ്ങളിൽ നിന്ന് മാറാനുള്ള വിമുഖത നമ്മുടെ മുതിർന്ന തലമുറക്കാണ് കൂടുതലായിട്ട് കാണുന്നത് എന്നുള്ളത് ഒരു ദുഃഖകരമായിട്ടുള്ള വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു സംഭവമായിരുന്നു. MG ശ്രീകുമാറിൻ്റെ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ നിന്നും അവിടെ ജോലി ചെയ്യുന്ന ആൾ എന്തോ മാങ്ങ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ജലാശയത്തിലേക്ക് ഇടുകയും അത് ദൃശ്യമായി പുറത്തു വരികയും പിന്നീട് അത് കണ്ടെത്തി പിഴ ചുമത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പൊതു ഇടങ്ങളിലും ജലാശയങ്ങളിലുമൊക്കെ മാലിന്യം തള്ളിയാൽ, അത് പിടിക്കപ്പെട്ടാൽ, അത് ഇങ്ങനെ തള്ളിയിട്ടുണ്ട് എന്ന് ഒരാൾ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പിഴയുടെ ഒരു നിശ്ചിത ശതമാനം ആ ആളുകൾക്കിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത്തരം ആളുകൾ ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? ശരിക്കും നിങ്ങളെയൊക്കെ വിളിച്ചു പറയാറുണ്ടോ? തീർച്ചയായിട്ടും. ഇന്നലെ കൂടി എനിക്കൊരു ഫോൺ വന്നിരുന്നു. കാരണം ഒരു സ്വകാര്യ പറമ്പ് അത് വൃത്തിയാക്കുന്നില്ല, അവിടെ ഒരു വേസ്റ്റ് നിക്ഷേപിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൺ കോൾ എനിക്ക് വന്നിരുന്നു. അപ്പോൾ അതിനർത്ഥം ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കുള്ളൊരു സാഹചര്യം, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കാണുകയാണെങ്കിൽ അത് കൃത്യമായ തെളിവോടുകൂടി നമുക്ക് ഒരു വാട്സാപ്പ് നമ്പറുണ്ട്. നമ്പർ ഞാൻ പറയാം: 94 46 700 800 94 46 700 800 എന്നുള്ള ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് നമുക്കത് പോസ്റ്റ് ചെയ്യാം. ഈ പോസ്റ്റ് ചെയ്യുന്ന ആ വ്യക്തിക്ക് അവരുടെ സ്വകാര്യത ഒന്നും ഒരിക്കലും വെളിപ്പെടുന്നില്ല. ആ പോസ്റ്റ് ചെയ്യുന്ന കാര്യം നേരെ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. തിരുവനന്തപുരത്തു നിന്നും ഈ ഒരു പ്രവൃത്തി എവിടെയാണ് നടന്നിരിക്കുന്നത്, ഈ ഒരു കൃത്യം എവിടെയാണ് നടന്നിരിക്കുന്നത്, ആ തദ്ദേശഭരണ സ്ഥാപനത്തിലേക്ക് ഇത് ചിത്രം തെളിവ് സഹിതം അയക്കുകയും അവിടെ നടപടിയെടുത്ത് 7 ദിവസത്തിനുള്ളിൽ തിരിച്ച്
അതിൻ്റെ റിപ്ലൈ കൊടുക്കണം എന്നുള്ള ഒരു നിയമം ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫൈൻ ഈടാക്കുകയാണെങ്കിൽ അതിൻ്റെ 25% ഈ നമ്മളിത് കാണിച്ചു കൊടുത്ത അല്ലെ തെളിവ് കൊടുത്ത വ്യക്തിക്ക് ക്ലെയിം ചെയ്യാം. വേണമെങ്കിൽ അത് വാങ്ങിച്ചെടുക്കാം, വേണ്ടെങ്കിൽ അത് പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ കോർപ്പറേഷൻ്റെയോ തനത് ഫണ്ട് അവരുടെ ഫണ്ടിലേക്ക്, ശുചിത്വ മാലിന്യ പ്രവർത്തനങ്ങളുടെ ഫണ്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഏതൊരു വ്യക്തിക്കും ഏതൊരു പൊതുജനത്തിനും ഇപ്പോൾ ഇതിനകത്തേക്ക് പരാതിപ്പെടാനും നടപടി എടുപ്പിക്കാനുമുള്ള ഒരു സാഹചര്യം ഉണ്ട്. അതോടൊപ്പം തന്നെ പലപ്പോഴും നമ്മുടെ സ്വകാര്യ പറമ്പുകൾ വൃത്തിയാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഡംപിങ് അല്ലെങ്കിൽ മാലിന്യ നിക്ഷേപത്തിനുള്ള സാധ്യതയുണ്ടെങ്കിൽ അവിടെ പഞ്ചായത്തിനോ മുനിസിപ്പാലിറ്റിക്കോ നോട്ടീസ് കൊടുത്ത് അവരുടെ വൃത്തിയാക്കാനും അല്ലെങ്കിൽ കാട് വെട്ടി തെളിക്കാനുള്ള നോട്ടീസ് കൊടുക്കാനും, ഇനി അവരത് നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്യുന്നില്ല എങ്കിൽ അത് പഞ്ചായത്തിനോ മുനിസിപ്പാലിറ്റിക്കോ അത് ചെയ്ത് അവിടെ വൃത്തിയാക്കി ആ തുക ആ സ്ഥല ഉടമസ്ഥൻ്റെ കയ്യിൽ നിന്നും ഈടാക്കാനുള്ള സാഹചര്യം പോലും നിലവിൽ അത്രമാത്രം സർക്കാർ ഈ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി എല്ലാവിധത്തിലുള്ള പ്രോത്സാഹനവും നടത്തി വരുന്നുണ്ട് എന്നുള്ളതാണ് പറയാൻ. എൻ്റെ സ്വന്തം സ്ഥലം, ആ സ്ഥലത്ത് ഞാൻ മാലിന്യം നിക്ഷേപിക്കുന്നു, അത് ചോദിക്കാൻ, അത് വീഡിയോ എടുക്കാൻ താങ്കൾ ആരാണ് എന്നൊരു ചോദ്യം തിരിച്ചുണ്ടായാലോ? ഒരിക്കലുമില്ല. മാലിന്യ നിക്ഷേപം എന്ന് പറയുന്നത് ഈ മണ്ണും ഈ ഭൂമിയും ഈ വെള്ളവും ഈ വായുവും ഒന്നും ഒരാളുടെയും സ്വന്തം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് ഇത് നമ്മുടെ സ്വന്തം എന്ന് ചില ക്രമീകരണങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതൊരിക്കലും ആ മണ്ണിനെ നശിപ്പിക്കാനോ വെള്ളത്തിനെ നശിപ്പിക്കാനോ വായുവിനെ നശിപ്പിക്കാനോ ഉള്ളതല്ല എന്നുള്ള ഒരു കാര്യം അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം എൻ്റെ ഭൂമി, എൻ്റെ സ്വകാര്യ ഭൂമി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മാലിന്യം ആ ഭൂമിയിലേക്ക് തള്ളുകയാണ് എന്ന് വിചാരിക്കൂ, അത് അവിടെ കിടക്കില്ല. ആ മണ്ണിൽ ലയിച്ച് ചേർന്ന് തൊട്ടടുത്ത മഴക്ക് തൊട്ടടുത്ത ഭൂമിയിലേക്ക് പോകും, അതിനടുത്ത് തോട്ടിലേക്ക് പോകും, വെള്ളത്തിലേക്ക് പോകും. ഇനി അതല്ലെങ്കിൽ അവിടെ തന്നെ മണ്ണ് മൂടിക്കിടന്ന് അത് ആ മണ്ണിനെ വിഷമയമാക്കും. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന വിഷമയമായ വാതകങ്ങൾ ഇതൊക്കെ അയാൾ മാത്രം അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് മാത്രം ശ്വസിക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ കത്തിക്കുകയോ കുഴിച്ചിടുകയോ വലിച്ചെറിയുകയോ ഒക്കെ ചെയ്യുന്നതെല്ലാം സമൂഹത്തിനെ ബാധിക്കുന്നതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തേക്ക് പറഞ്ഞ് അയാളെ കുറ്റക്കാരനാക്കുന്നൊരു കാര്യം അതാണ്. എന്തായാലും ഈ നടപടികളുമായി മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും നടപടികളായി മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെയാണ് നടപടികളില്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങളിൽ ഒരു മരവിപ്പ് വരും. കാരണം അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം നമ്മുടെ പുകവലി, പൊതുനിരത്തുകളിൽ പൊതുസമൂഹത്തിൽ നിന്നും പുകവലി കുറഞ്ഞു വന്നത് കൃത്യമായിട്ടുള്ള ശിക്ഷാ നടപടികൾ അതിനകത്തേക്ക് സ്വീകരിച്ചതുകൊണ്ടാണ്. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മുടെ ഇതിൻ്റെ പ്രചരണ നടപടികളും ഒരു ഭാഗത്ത് അല്പം ശിക്ഷയും തന്നാൽ ഇത് മിക്സ് ചെയ്താൽ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് ആഹ്വാനം കൊണ്ട് മാത്രം കാര്യമില്ല, നടപടിയും കൂടി വേണം എന്നുള്ളതാണ് സർക്കാരും പറയുന്നത്, നമ്മളത് നടപ്പിലാക്കുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ശിക്ഷാവിധികളൊക്കെ നടപടികളൊക്കെ നമ്മളിപ്പോൾ തരംതിരിക്കാതെ ഒരു വീട്ടുടമസ്ഥൻ മിക്സ് ചെയ്ത് മാലിന്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതിന് പോലും ഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും സമൂഹം ഒന്നാകെ ഉണർന്നിരുന്ന് പ്രവർത്തിച്ചാൽ നമുക്ക് ഈ മാലിന്യം പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയും എന്ന് ഉറപ്പാണോ? തീർച്ചയായും ഉറപ്പാണ്. കാരണം നമ്മൾ ഓരോരുത്തരും കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട, അല്ലെ ഓരോ കേരളീയനും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് കടലും ഒരു ഭാഗത്ത് പർവ്വതങ്ങളും അല്ലെങ്കിൽ പശ്ചിമഘട്ട പർവ്വതനിരകളും ഉൾപ്പെടുന്ന ഇതിനിടയ്ക്കുള്ള ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഇന്ത്യയുടെ മറ്റേത് സംസ്ഥാനത്തോടും താരതമ്യം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഒരു മുറിയിൽ ഉൾപ്പെട്ട ആൾക്കാരാണ് നമ്മളെന്ന് പറയാം. കാരണം പശ്ചിമഘട്ടത്തിലേക്ക് വരുന്ന അറബിക്കടലിലെ കാറ്റ്, ഈ കാറ്റ് നമ്മുടെ മാത്രമേ വലയം ചെയ്യുന്നുള്ളൂ. ഈ കാറ്റിൽ, ഈ അന്തരീക്ഷത്തിൽ എന്ത് മാലിന്യം നിക്ഷേപിച്ചാലും എന്ത് കാര്യം വന്നാലും ബാധിക്കുന്നത് നമ്മളെ തന്നെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കുക എന്ന് വരികയാണെങ്കിൽ നമ്മൾ ഓരോ കേരളീയനും അല്ലെ ഇവിടെ താമസിക്കുന്ന ഓരോരുത്തരും ഈ പ്രവർത്തനങ്ങളോട് സഹകരിക്കുമെന്നുള്ളതാണ്. കാരണം തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ നമുക്കറിയാം പഞ്ചാബിലോ ഹരിയാനയിലോ ഒക്കെ വയലിൽ അവർ വിളവെടുപ്പിന് ശേഷം തീയിടും. തീയിട്ട് കഴിഞ്ഞാൽ അവിടെ ആ പുക മുഴുവൻ പോകുന്നത് ഡൽഹിയിലേക്കാണ്.
ഡൽഹിക്കാരനാണ് ശ്വാസം മുട്ടുന്നത്, ആ കാറ്റ് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്, നമ്മുടെ കാറ്റ് ഇവിടെ ചുറ്റിത്തിരിയുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ വീട്ടുകാരൻ, എൻ്റെ തൊട്ടടുത്ത് അയൽവക്കക്കാരൻ കത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എനിക്കും അതിൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാവർക്കും ബാധകമാണ്. അവൻ മാലിന്യം വലിച്ചെറിയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റുമുള്ള എല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ ഒരു പ്രാദേശികമായിട്ടുള്ള ഭൂഘടന, ഭൂമിയുടെ ഘടന ഉള്ളത്. അപ്പോൾ പൂർണ്ണമായിട്ടും നമ്മളിത് വന്നില്ല എങ്കിൽ നമ്മൾ തന്നെയാണ് ഇതിൻ്റെ ഇരകളായിട്ട് മാറുന്നത് എന്നുള്ളതും കൂടി മനസ്സിലാക്കുമ്പോൾ എല്ലാവരും ഈ രീതിയിലേക്ക് വരുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ഈ ആരോഗ്യ സർവേകളൊക്കെ നടക്കുമ്പോൾ വലിയ തോതിലുള്ള ഈ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ കേരളത്തിൽ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതായി കാണുന്നുണ്ട്. നമ്മുടെ ഈ താങ്കൾ സൂചിപ്പിച്ചതുപോലുള്ള ഈ പ്രകൃതിദത്തമായ കാര്യങ്ങൾ, മാലിന്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഘടകമായി മാറുന്നുണ്ടോ ശരിക്കും? തീർച്ചയായിട്ടും മാറുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പലപ്പോഴും നമ്മൾ നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പറയുന്ന പല രോഗങ്ങളും തിരിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ ക്യാൻസർ പോലെയുള്ള രോഗം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസം മറ്റോ നമ്മുടെ തലശ്ശേരിയിലുള്ള മലബാർ ക്യാൻസർ സെൻറ്റർ അവർ പുറത്തുവിട്ട ഒരു കണക്ക് പ്രകാരം ഓരോ വർഷവും 5000-ഓളം രോഗികൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രം ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളൊരു കണക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം നമ്മുടെ സമൂഹത്തിൽ ഈ ക്യാൻസർ രോഗികൾ കൂടുതലായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിന് ഒരു കാര്യം മാത്രമായിരിക്കണമെന്നില്ല, മാലിന്യ സംസ്കരണം ഇതിനകത്തൊരു പ്രധാന ഘടകം ആണെങ്കിൽ കൂടി നമ്മുടെ ജീവിതശൈലി ഉണ്ടാകാം, നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വിഷയങ്ങൾ ഉണ്ടാകാം. പക്ഷേ കൂടുതലും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മാലിന്യ സംസ്കരണത്തിലുള്ള അപാകതകൾ എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു കാലഘട്ടം വരെ, കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് വരെ നമ്മൾ പ്ലാസ്റ്റിക് രാവിലെ പ്ലാസ്റ്റിക് കത്തിച്ച് അടുപ്പിൽ തീ കൂട്ടുന്ന ആൾക്കാർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു യാഥാർത്ഥ്യമായിരുന്നു. ഇന്നും ഉണ്ടോ എന്നറിയില്ല, പക്ഷേ ഇന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു ക്യാമ്പയിൻ പ്രകാരം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് ശ്വസിക്കുന്നത് നമ്മുടെ ഈ വിഷവാതകങ്ങളാണ്. ഏകദേശം 30-ഓളം വിഷവാതകങ്ങൾ, ഫ്യൂറാൻ ഉൾപ്പെടെയുള്ള വിഷവാതകങ്ങളാണ് നമ്മളെ ശ്വസിക്കുന്നത്. ഒരു പ്ലാസ്റ്റിക് കത്തിച്ച് ഒരാൾ ശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1000-ഓ 1500-ഓ സിഗരറ്റ് ഒന്നിച്ച് വലിക്കുന്നതിൻ്റെ ഒരു ഇഫക്റ്റാണ് നമ്മുടെ ശരീരത്തിലുണ്ടാക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം, ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിലെ വെള്ളത്തിൽ 2.5 ലക്ഷത്തിലധികം മൈക്രോ പ്ലാസ്റ്റിക് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഓരോ നിമിഷവും നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിനെ അകത്താക്കുകയാണ്. പല രീതിയിലാണ് എന്ന് മാത്രം. കുടിവെള്ളത്തിലായാലും ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ 90% കിണറുകളിലും നൈലോൺ കയറുകളാണുള്ളത്. ഇത് നിരന്തരം പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഈ വെള്ളമാണ്, പൊടിഞ്ഞു വീണ വെള്ളമാണ് നമ്മൾ നല്ല കിണറ്റിലെ വെള്ളം എന്ന രീതിയിൽ നല്ല വെള്ളമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഓരോ നിമിഷവും നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങൾ പ്ലാസ്റ്റിക്കുമായിട്ട് ഒരു ഫൈറ്റിങ്ങിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് കണക്കാക്കുന്നത്. ഇതൊക്കെ ആകാം ഈ ക്യാൻസറിൻ്റെ വർധനവ് എന്ന് ഇപ്പോൾ നമുക്ക് കാര്യമായിട്ടുള്ള ഇതിൻ്റെ ഒരു കണക്ഷൻ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ആകാം എന്നുള്ളൊരു സംശയം തന്നെയുണ്ട്. തലച്ചോറിലും വരെ മൈക്രോ പ്ലാസ്റ്റിക് എത്തിയ സംഭവങ്ങൾ പല പരീക്ഷണങ്ങളിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. തലച്ചോറിലെത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഒരു ഭീകരത പറയാനില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഓരോ ശരീരകോശങ്ങളിലും നമ്മുടെ കോശത്തിൻ്റെ ഘടന മാറ്റുമോ എന്ന് പോലും പറയാനാകാത്ത രീതിയിൽ കോശത്തിൻ്റെ ഘടന മാറലാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് വന്നേക്കാം. നിലവിൽ അതിനുള്ള പ്രത്യക്ഷത്തിലുള്ള തെളിവുകളും പല പഠനങ്ങളും വരുന്നതേ ഉള്ളൂ. പക്ഷേ അത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ വിശ്വസിക്കേണ്ടത്. കാരണം അത്രമാത്രം ഭീകരമായ രീതിയിലാണ് ഈ പ്രത്യേകിച്ച് ക്യാൻസർ, അതുപോലെ കിഡ്നി തകരാറുകൾ, അതുപോലെ നമ്മുടെ കരൾ രോഗികൾ ഒക്കെ ദിനംപ്രതി കൂടുകയാണ്. ഇതെല്ലാം നമ്മുടെ ഈ അന്തരീക്ഷ വ്യവസ്ഥ, നമ്മുടെ ശ്വസനത്തിൻ്റെ പ്രശ്നം, അതുപോലെ ഭക്ഷണത്തിൻ്റെ പ്രശ്നം, ഈ മലിനീകരണം, ഇതെല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. താങ്കൾ ഈ ശുചിത്വ മിഷനുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യമല്ലെങ്കിൽ കൂടി നമ്മുടെ ഈ റോഡുകളിലൂടെ വാഹനങ്ങളിൽ നിന്നും പുറത്തുവിടുന്ന കറുത്ത പുക, ഇത് വലിയ തോതിൽ വ്യാപകമാണ്. ഓരോ പഴയ വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന കറുത്തിരണ്ട പുക ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് പോവുകയാണ്. ഇതൊന്നൊരു പരിശോധന നടക്കുന്നില്ല. ഇത് വ്യാപകമാണ്. ഇതൊക്കെ ബാധിക്കുന്നത് ഓരോ മനുഷ്യരെയും അല്ലേ?
തീർച്ചയായിട്ടും അത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് ഡൽഹിയെ എടുത്താൽ തന്നെ കാണാൻ പറ്റും. അവിടെ എത്രമാത്രം നിയന്ത്രണങ്ങൾ വരുത്തിയിട്ടും അവിടെയുള്ള അന്തരീക്ഷ മലിനീകരണം കുറയുന്നില്ല എന്നുള്ളതാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു പ്രത്യക്ഷത്തിലുള്ള തെളിവ് നമുക്ക് കൊറോണ കാലത്ത് മനസ്സിലാക്കാം. അവിടെ ആ കൊറോണ കാലത്ത് കുറച്ച് നാൾ വാഹനം ഓടാതിരുന്നപ്പോൾ അവിടുത്തെ വായു ശുദ്ധമായി എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് നമ്മുടെ മുന്നിൽ തന്നെയുള്ള ഒരു അനുഭവമാണ്. ഇതിനു വേണ്ടി സർക്കാർ പക്ഷേ കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന് ഇപ്പോൾ ഭാരത് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ BS6 ഒക്കെ ആണെന്ന് തോന്നുന്നു ഇപ്പോൾ വരുന്നത്. അത് ഈ പൊല്യൂഷൻ്റെ കൺട്രോൾ എന്നുള്ളതാണ് പ്രധാനമായിട്ടും വരുന്നത്. പക്ഷേ പഴയ വാഹനങ്ങളോടുള്ള ആ ഒരു ഭ്രമം നമുക്ക് ഇപ്പോൾ മാറ്റി നിർത്താനാവുന്നില്ല. അതിൻ്റെ ഒരു പരിശോധന കുറച്ചും കൂടി ശക്തമാക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം അന്തരീക്ഷ മലിനീകരണം ദിനം പ്രതി കൂടുന്നതിനുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ഡീസൽ പെട്രോൾ വാഹനങ്ങളാണ്. അതിനൊരു ബദൽ മാർഗം എന്നുള്ള രീതിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ അല്ലെങ്കിൽ മറ്റ് സൗരോർജ്ജത്തിലുള്ള വാഹനങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ വ്യാപകമാക്കുന്നതിനെയും സബ്സിഡി കൊടുക്കുന്നതിൻ്റെയും പ്രധാന കാരണം ഈ മലിനീകരണം കുറക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ വാഹനങ്ങളുടെ ഈ പ്രശ്നം അത് ശരിക്കും ആരാണ് അതിൻ്റെ നടപടി എടുക്കേണ്ടത്? ആരാണ് അതിൽ? വാഹന ഗതാഗത വകുപ്പാണ്, മോട്ടോർ ട്രാൻസ്പോർട്ട് വകുപ്പാണ് യഥാർത്ഥത്തിൽ ഇത് പരിശോധിക്കുകയും ഓരോ വാഹനത്തിൻ്റെയും പൊല്യൂഷൻ ലെവൽ എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. ഇപ്പോൾ അവർ കാര്യമായിട്ടുള്ള പരിഷ്കരണങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ ഉള്ളതുപോലെ എല്ലാ വാഹനങ്ങൾക്കും പൊല്യൂഷൻ കൺട്രോൾ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതുകൊണ്ട് ആ ഒരു കാര്യം ഊന്നി തന്നെയാണ് 15 വർഷത്തിനപ്പുറത്തേക്ക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ കടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു വാഹനം റിന്യൂവലിന് പോവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പണം നമുക്ക് മുടക്കേണ്ടതുണ്ട്. അതിൻ്റെ ക്വാളിറ്റിയും ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് അറിയുന്നത്. അപ്പോൾ അതിൽ മാറ്റം വരുന്നുണ്ട്. ഈ ശുചിത്വ മിഷൻ്റെ പ്രവർത്തനം, അതുപോലെ തന്നെ മറ്റ് വകുപ്പുകളുടെ ഒക്കെ പ്രവർത്തനം എല്ലാവരും ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഈ മാലിന്യം ഇല്ലാതാക്കാൻ കഴിയുള്ളൂ. നേരത്തെയൊക്കെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളൊക്കെ ഈ മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കുന്ന ശുചീകരണ തൊഴിലാളികൾ തന്നെ കൂട്ടിയിട്ട് കത്തിക്കുന്നതൊക്കെ കാണാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ കർശനമായി വിലക്കിയിട്ടുണ്ട്, നിയന്ത്രിച്ചിട്ടുണ്ട്. ശരിയാണ്. കാരണം ശുചിത്വ മിഷൻ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു 1-2 വർഷം മുമ്പ് വരെ ഒറ്റപ്പെട്ട് എന്ന് വെച്ചാൽ മറ്റ് വകുപ്പുകളുമായിട്ട് അധികമുള്ള സമ്പർക്കം കുറവായിരുന്നു ശുചിത്വ മിഷൻ, തദ്ദേശഭരണ സ്ഥാപനങ്ങൾ. എന്നാൽ ഇന്ന് ശുചിത്വ മിഷനും തദ്ദേശഭരണ സ്ഥാപനങ്ങളും 13ഓളം സംസ്ഥാന സർക്കാർ വകുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പ്രവർത്തനങ്ങളുടെ സഹായം അങ്ങോട്ടും ഇങ്ങോട്ടും, അതിൽ നേരത്തെ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ വകുപ്പ്, അതുപോലെ SC/ST വകുപ്പ്, ഗതാഗത വകുപ്പിലൊക്കെ ഒരുപാട് നാൾ നമ്മൾ ക്ലീനിങ് ഡ്രൈവ്, ഇപ്പോൾ കഴിഞ്ഞ സ്വച്ഛതാ ഹി സേവ എന്നുള്ള ക്യാമ്പയിനിൽ എല്ലാ ബസ് സ്റ്റാൻഡുകളും ക്ലീനിങ് ഒരു ദിവസം നടത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ വിവിധ 13ഓളം വകുപ്പുകളിൽ നമ്മൾ ഇപ്പോൾ സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. KSEB ഉണ്ട്, KSRTC, നേരത്തെ പറഞ്ഞതുപോലെ വാട്ടർ അതോറിറ്റി, അങ്ങനെ 13ഓളം വകുപ്പുകൾ നമ്മളിപ്പോൾ ഒന്നിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു സഹകരണത്തിൽ കൂടി മാത്രമേ നമുക്ക് ഈ ഒരു പ്രശ്നത്തിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതൊരു തിരിച്ചറിവും അതോടൊപ്പം ആ പ്രവർത്തനങ്ങളും ശുചിത്വ മിഷൻ അതിൻ്റെ ഒരു കോർഡിനേഷൻ നടത്തുന്നുണ്ട്. അതിനകത്ത് ഇപ്പോൾ ഉള്ള നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ UV ജോസ് സാർ, അദ്ദേഹം നേരത്തെ ടൂറിസത്തിൻ്റെ ഡയറക്ടറൊക്കെ ആയിരുന്നു. അപ്പോൾ ആ മേഖലയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന പരിചയം, അപ്പോൾ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ടൂറിസം സ്പോട്ടുകളുടെ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഇപ്പോഴുള്ള പ്രവർത്തനങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ കുറച്ച് നാൾ കൂടി കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു സഹകരണം കൂടുതൽ ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ കൂടുതൽ വകുപ്പുകൾ വരുന്നു എന്നുള്ളതാണ്. മാലിന്യ സംസ്കരണം എന്നുള്ളത് ഒരു വകുപ്പിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല. അത് ഒരു സമൂഹത്തിൻ്റെ ബാധ്യതയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ശുചിത്വ മിഷനും മുന്നോട്ട് പോകുന്നത്. മന്ത്രി MP രാജേഷ് ഇതിൽ വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. അദ്ദേഹം വലിയ തോതിലുള്ള ഒരു ശ്രദ്ധ ഈ മാലിന്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ, ചെറിയ മൈന്യൂട്ടായ കാര്യങ്ങൾ കണ്ടാൽ പോലും അദ്ദേഹം അത് സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, വിമർശിക്കേണ്ടതിനെ വിമർശിക്കുന്ന സമീപനങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. അതൊരു നിങ്ങൾക്കൊക്കെ ഒരു പ്രചോദനമാവുന്നുണ്ടോ ശരിക്കും? തീർച്ചയായിട്ടും. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഏറ്റവും നെടുനായകത്വം വഹിച്ച് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ളൊരു പ്രേരക ശക്തി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട രാജേഷ് മിനിസ്റ്റർ അവർ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ചലനത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഫേസ്ബുക്കിലും ഇന്ന് വേണ്ട എല്ലാ കാര്യങ്ങളിലും
അദ്ദേഹം പൂർണ്ണമായി ശ്രദ്ധ കൊടുത്ത് ഇതിനകത്തേക്ക് മാലിന്യ സംസ്കരണത്തിന് വേണ്ട തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക്, സംസ്ഥാന സർക്കാരിന്, മറ്റ് വകുപ്പുകൾക്ക് എല്ലാവിധ സമയവും അദ്ദേഹം ഇതിനു വേണ്ടി, എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഒരു 90% സമയവും മാലിന്യ സംസ്കരണ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഓരോ നിമിഷവും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലായാലും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളായാലും ഒരു ചടങ്ങിൽ പോയാൽ പോലും അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഇങ്ങനെയുള്ള മാലിന്യ സംസ്കരണ ലംഘനങ്ങളുണ്ടോ എന്നുള്ളത് നോക്കി മനസ്സിലാക്കി അപ്പോൾ തന്നെ പ്രതികരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ ഒരു പ്രേരക ശക്തി തന്നെയാണ് നമുക്കെല്ലാം ഉള്ളത് എന്നുള്ളത്. നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ ആ ഒരു മാറ്റം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയ നന്ദി പറയേണ്ടത് ബഹുമാനപ്പെട്ട മന്ത്രിയോട് തന്നെയാണ് എന്നുള്ളതാണ്. ഈ മുമ്പൊക്കെ ഈ വിവാഹ ചടങ്ങുകളിൽ ഏതെങ്കിലും പ്രത്യേക ചടങ്ങുകളിലൊക്കെ പോയാൽ ഈ പ്ലാസ്റ്റിക് ഈ പേപ്പർ കപ്പുകൾ, അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഈ പ്ലേറ്റുകളൊക്കെയാണ് നമുക്ക് കിട്ടിയിരുന്നത്. ഇന്ന് അത് ഇപ്പോഴും തുടരുന്നുണ്ടോ, അത് മാറിയിട്ടുണ്ടോ? ശരിക്കും അത് തുടരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ദുഃഖകരമായ വസ്തുത തുടരുന്നുണ്ട് എന്ന് തന്നെയാണ്. ചില സ്ഥലങ്ങളിലെങ്കിലും തുടരുന്നുണ്ട്. പക്ഷേ അവിടെയും നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ സംരക്ഷിക്കേണ്ടതാണ്. ഒരു പേപ്പർ കപ്പിലോ അല്ലെങ്കിൽ ഒരു പേപ്പർ വാഴയിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കപ്പിലോ ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ, പേപ്പർ കപ്പ് എന്ന് പറയുന്ന പ്ലാസ്റ്റിക് കപ്പിൽ കഴിക്കുമ്പോൾ പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ് അതിനകത്തേക്ക് വരുന്നത്. ഒരിക്കലും ഒരു പേപ്പറിൽ വെള്ളമോ ഒരു ദ്രാവകവും നമുക്ക് ഒരു മിനിറ്റിൽ കൂടുതൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായും ഇത് ഈ പേപ്പറിനൊരു കോട്ടിംഗ് ഉണ്ട്. പേര് പേപ്പർ കപ്പാണെങ്കിലും ഒരു കോട്ടിംഗ് അവിടെയുണ്ട്. ഈ കോട്ടിങ്ങിൻ്റെ പ്രത്യേകത ചൂടുള്ള എന്ത് ദ്രാവകവും അതിനകത്തേക്ക് ഒഴിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ മൈക്രോ പ്ലാസ്റ്റിക് ആയിട്ട് അതിനകത്തേക്ക് ഒരു മിനിറ്റ് കൊണ്ട് 250ഓളം മൈക്രോ പ്ലാസ്റ്റിക് ഇതിനകത്തേക്ക് ലയിച്ച് ചേരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ഈ വിവാഹമോ അല്ലെങ്കിൽ ഫംഗ്ഷനോ നടത്തുന്നവർ അവരുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. പക്ഷേ ആ സൗകര്യം ഉണ്ടാക്കുന്നത് അവിടെ വരുന്നവർക്കൊക്കെ അസുഖം കൊടുക്കുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. അത് കഴിക്കുന്ന നമ്മളും നമ്മൾക്കിതൊരു തരുന്നത് ഒരു അസുഖമാണ്, അല്ലെങ്കിൽ രോഗമാണ്, ക്യാൻസറാണ്, അല്ലെങ്കിൽ മറ്റ് കിഡ്നിയോ നമ്മുടെ കരളോ തകരാറിലാക്കുന്ന ഒരു അസുഖമാണ്, രോഗമാണ് തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അപ്പോൾ തീരും ഈ ഒരു വിഷയം. എന്ന് പറയേണ്ടടുത്ത് നമ്മളും പഠിക്കണം. തീർച്ചയായിട്ടും എനിക്കിത് വേണ്ട. എന്തുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞാൽ ഇന്ന കാര്യം കൊണ്ട് ഇത് എൻ്റെ ആരോഗ്യത്തിന് തകരാറാണ് എന്ന് പറയാനുള്ള ഒരു മനസ്ഥിതി നമുക്ക് വേണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു തവണയേ നമ്മൾ പറയേണ്ടതുള്ളൂ. ആ മാറ്റം അപ്പോൾ നമുക്ക് പ്രകടമാകും. ഇപ്പോഴും നമ്മൾ ആതിഥ്യ മര്യാദ എന്നുള്ള രീതിയിൽ പലപ്പോഴും മിണ്ടാതെ കഴിച്ച് വരുന്നു എന്നുള്ളതാണ്. ഒരു കല്യാണ സദ്യയിൽ അല്ലെങ്കിൽ ഒരു മറ്റേതെങ്കിലും ചടങ്ങിൽ ഒരാൾ എനിക്ക് ഈ പേപ്പർ കപ്പിൽ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അവരത് മാറ്റി കൊടുക്കും. സ്വാഭാവികമായിട്ടും കൊടുത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല ചടങ്ങുകളിലും നമുക്കത് മാറ്റിയ ഒരു അനുഭവം തന്നെ. അപമാനിതനായി മാറുമോ എന്നൊരു ഭയം അവിടെ ഉണ്ടാകില്ലേ? ശരിക്കും തീർച്ചയായും അങ്ങനെ ഉണ്ടാകുന്നെങ്കിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ നമ്മുടെ ഒരു 50 പൈസയോ അല്ലെങ്കിൽ 1 രൂപയോ സേവ് ചെയ്യുമ്പോൾ നമ്മൾ 1 ലക്ഷമോ 1.5 ലക്ഷമോ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയോ ക്കുള്ള ബാധ്യത നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരികയാണ് എന്നുള്ള തിരിച്ചറിവാണ് ഇതിൻ്റെ അകത്തേക്ക് വേണ്ടത്. ഒരു ഡോക്ടർ പറഞ്ഞത്, ഇപ്പോൾ മലബാർ ക്യാൻസർ സെൻ്ററിൽ തന്നെയുള്ള ഒരു ഡോക്ടർ, അദ്ദേഹം പറഞ്ഞത് ഒരു 10ഓ 60ഓ തവണ നിങ്ങളൊരു പേപ്പർ കപ്പിൽ ചായയോ അല്ലെങ്കിൽ ചൂടുള്ള എന്തെങ്കിലും കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം 80% ക്യാൻസർ വരാനുള്ള സാധ്യതയിലേക്ക് മാറിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. അത് നമ്മൾ എന്നും മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ എന്നും ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളൊരു സദ്യയിൽ പങ്കെടുക്കുന്നത് നമുക്കൊരു അസുഖം വരുത്താനുള്ളതല്ല, ഒരു സദ്യ ഞാൻ കൊടുക്കുന്നത് നാട്ടുകാർക്ക് അസുഖം കൊടുക്കാനുള്ളതല്ല എന്നുള്ള ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. എന്തായാലും ശുചിത്വ മിഷൻ ഇങ്ങനെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും അല്പം ശിക്ഷാ നടപടികളിലും ഒക്കെ ഇങ്ങനെ മുഴുകി മുന്നോട്ട് പോവുകയാണ്. സമൂഹത്തോട് എന്താണ് പറയാനുള്ളത് ശുചിത്വ മിഷൻ്റെ ജില്ലാ കോർഡിനേറ്റർ എന്ന നിലയിൽ? ജില്ലാ കോർഡിനേറ്റർ എന്നുള്ള നിലയിലല്ല, ഒരു സമൂഹത്തിലുള്ള ഒരു മനുഷ്യൻ, അല്ല ഞാൻ ഈ ഒരു സമൂഹത്തിലുള്ള ഒരാൾ എന്നുള്ള നിലയിൽ നമ്മൾ ഓരോരുത്തരും തന്നെ ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളത്. ഞാൻ പലപ്പോഴും നമ്മുടെ ഒരു ചിന്ത, ഞാൻ എൻ്റെ സൗകര്യം, എൻ്റെ പണം, എൻ്റെ ജീവിതം, എൻ്റെ ആൾ, അങ്ങനെ എൻ്റെ എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് നമ്മൾ നമ്മുടെ
നമ്മുടെ സമൂഹം, നമ്മുടെ ജീവിതം, നമ്മുടെ മക്കൾ, നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മുടെ അടുത്ത തലമുറ, അല്ലെങ്കിൽ നമ്മുടെ സമ്പാദിക്കുന്നത് നമ്മുടെ അടുത്ത തലമുറ, മക്കൾ, അല്ലെങ്കിൽ അതിന് ശേഷമുള്ള തലമുറ എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് പല രക്ഷിതാക്കളൊക്കെ കഷ്ടപ്പെടുന്നത്. പക്ഷേ ആ കഷ്ടപ്പെടുന്നതിനൊപ്പം നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു ശിക്ഷ കൂടിയായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ മാറരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയാണ്. ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ നമുക്ക് അത്യാവശ്യമാണ്. നമ്മൾ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കണം, നോ പറയേണ്ടത് നോ പറയണം. നമ്മൾ തന്നെ കുട്ടികൾക്കെല്ലാം മാതൃകയാകണം. മാലിന്യ സംസ്കരണം എന്നുള്ളത് നമ്മുടെ ഒരു ഭക്ഷണം കഴിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ദിനചര്യ പോലെയോ ഉള്ള ഒരു കാര്യമാണ്. അത് ഒരു ദിവസത്തേക്കോ കുറച്ച് ദിവസങ്ങളിലേക്കോ അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്കോ ഉള്ളതല്ല. അത് ദിനം പ്രതി നമ്മൾ ശീലിക്കേണ്ട, പാലിക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ശുചിത്വ മിഷൻ്റെ ഭാഗമായിട്ടും അതുപോലെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഒരു സമൂഹത്തോടുള്ള ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്. നമുക്ക് എന്ത് പ്രവർത്തനങ്ങൾക്കും കണ്ണൂർ ഒരു മാതൃകയാണ്. ആ മാതൃക നമ്മൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമ്മുടെ സംസ്ഥാനത്തിന് നമുക്ക് പറയാം, നമ്മുടെ രാജ്യത്തിന് കേരളം ഒരു മാതൃകയാണ് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അതുപോലെ തന്നെ കേരളത്തിന്, നമ്മുടെ സംസ്ഥാനത്തിന് കണ്ണൂർ ജില്ല ഒരു മാതൃക തന്നെയാണ് പല കാര്യങ്ങളിലും സൃഷ്ടിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് മാലിന്യ സംസ്കരണ മേഖലയിൽ നമ്മുടെ പഞ്ചായത്തുകൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, ഇപ്പോൾ കതിരൂർ പഞ്ചായത്ത്, അല്ലെങ്കിൽ ചെമ്പിലോട് പഞ്ചായത്ത്, കണ്ണപുരം പഞ്ചായത്ത് തുടങ്ങിയ പഞ്ചായത്തുകൾ വളരെ വർഷങ്ങൾക്ക് 2000-നോട് ഒപ്പം തന്നെ പ്ലാസ്റ്റിക് ശേഖരണം, അന്ന് നമ്മുടെ ഒന്നും ചിന്തയിൽ വരുന്നതിന് മുന്നേ തന്നെ അവർ പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിനും അതിന് റീസൈക്കിൾ ചെയ്യുന്നതിനും, ചെമ്പിലോടൊക്കെ RRF എന്ന് പറയുന്ന സംവിധാനം കളക്ട് ചെയ്ത് റീസൈക്കിൾ ചെയ്ത് ഗ്രാന്യൂൾസുകളാക്കി കൊടുക്കുന്നതിനുള്ള സംവിധാനം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ജില്ലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതിനകത്തേക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് സംസ്ഥാന സർക്കാരൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് പല നിയമങ്ങളും പല ഉത്തരവുകളൊക്കെ വരുന്നത്. അതിനുള്ള ഒരു മാതൃക നമുക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് എല്ലാവരും പറയും സുൽത്താൻ ബത്തേരി എന്നുള്ളത് മികച്ചൊരു പട്ടണമാണ്. നമ്മുടെ മൂന്നുപേരിയ, കണ്ണൂർ ജില്ലയിൽ മൂന്നുപേരിയ എന്ന് പറയുന്നത് ഒരു ബാധ്യതയും നമ്മുടെ പഞ്ചായത്തിനോ മറ്റുള്ള സ്ഥാപനങ്ങൾക്കോ ഒന്നും ബാധ്യതയില്ലാതെ വെറും ജനകീയ സഹകരണത്തോടു കൂടി ഒരു ചെറിയ പട്ടണത്തെ, ചെറുപട്ടണത്തെ വളരെ ശുചിയായിട്ട് ഇപ്പോൾ 1000 ദിവസം അവരവരുടെ ക്ലീനിങ് നടത്തി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം അതിൻ്റെ ഇത് കഴിഞ്ഞു. 1000 ദിവസമാണ്, ഏകദേശം 3-3.5 വർഷമായിട്ട് നിരന്തരമായി അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു വലിയൊരു മാതൃകയാണ്. നമ്മുടെ പായം പഞ്ചായത്ത് 14-ലധികം പൊതുസ്ഥലങ്ങൾ, അതായത് പായം പഞ്ചായത്തിന് നിങ്ങൾക്ക് അറിയാം, കർണാടകത്തോട് ചേർന്ന് കിടക്കുന്ന വലിയ ഒരു റോഡ് ഉള്ള ഇരിട്ടി തൊട്ട് കൂട്ടുപുഴ വരെയുള്ള റോഡ്, അത് മാലിന്യ തള്ളുന്ന നിരവധി പ്രദേശങ്ങളുണ്ടായിരുന്നു. അവർ 14ഓളം സ്ഥലങ്ങൾ അതിന് വൃത്തിയാക്കി പൊതുജനങ്ങളുടെ സഹകരണത്തോടു കൂടി അവിടെ പാർക്കുകൾ ഒക്കെ ഉണ്ടാക്കി. പഞ്ചായത്തിന് അവരെ ഒന്ന് ഒന്നിപ്പിക്കുക എന്നുള്ളത് മാത്രമേ, അല്ലെങ്കിൽ ഒരു നായകത്വം കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ വിവിധ തരം പ്രവർത്തനങ്ങൾ നമ്മുടെ ജില്ലയുടെ ഭാഗമായിട്ട് തന്നെ വളരെയധികം മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കഴിഞ്ഞ 2 വർഷത്തെ ക്യാമ്പയിൻ, മാലിന്യമുക്തം നവകേരളം എന്ന് പറഞ്ഞൊരു ക്യാമ്പയിനിൽ കഴിഞ്ഞ 2 വർഷവും 23, 24, 25 ഏറ്റവും മികച്ച ജില്ലയായിട്ട് നമുക്ക് നമ്മുടെ ജില്ലയെ മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ ഒരു ജില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തിൻ്റെ പുരസ്കാരം നമ്മുടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന് ലഭ്യമായിട്ടുണ്ട്. ഏറ്റവും നല്ല ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് ലഭ്യമായിട്ടുണ്ട്. അങ്ങനെ ഓരോ വർഷവും നമ്മുടെ ജില്ലയിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ധാരാളം അംഗീകാരങ്ങളും അനുമോദനങ്ങളും ഒക്കെ ലഭ്യമാകുന്നത് നമ്മുടെ ഇടയിലുള്ള ഈ വേറിട്ട പ്രവർത്തനങ്ങളും മാറ്റങ്ങളും തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിൽ ശുചിത്വ മിഷൻ മാത്രമല്ല, കലക്ടർ തൊട്ടുള്ള ഉദ്യോഗസ്ഥ സമൂഹമുണ്ട്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തൊട്ടുള്ള ജനപ്രതിനിധികളുണ്ട്, നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുണ്ട്, മറ്റ് എല്ലാവരും NGOകൾ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്, റെസിഡൻസ് അസോസിയേഷനുകളുണ്ട്, സ്കൂളുകളുണ്ട്, അധ്യാപകരുണ്ട്. അപ്പോൾ വലിയൊരു സമൂഹം, കണ്ണൂർ ജില്ലയിലുള്ള ഒരു പ്രത്യേകത ഇതിനകത്തേക്ക് നമ്മുടെ സാംസ്കാരികമായിട്ട് മുന്നേറി എന്നുള്ളതുപോലെ മാലിന്യ സംസ്കരണവുമായിട്ട് നമുക്കൊരു നിലവാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഉദാഹരണം പലപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്നത്, പല സ്ഥലങ്ങളിലും നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാർ, ഏതെങ്കിലും മെമ്പർമാർ അവർ പോയാൽ അവർ
പേപ്പർ കപ്പിൽ അവർ ഭക്ഷണം കഴിക്കില്ല, അവിടെ ബഹളം ഉണ്ടാക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം ശ്രദ്ധിച്ചിട്ടാണ് നമ്മുടെ ജില്ലയിലും അല്ലെങ്കിൽ പുറം ജില്ലകളിലും ഒക്കെ പോയിട്ട് നമ്മുടെ ആരോഗ്യം നമുക്ക് അല്ലെങ്കിൽ ആ നിലവാരം നമ്മുടെ ജനപ്രതിനിധികളും ജനങ്ങളും അത് നിഷ്കർഷിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു നിലവാരത്തിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു മേന്മ എന്ന് തന്നെ പറയാം. മാതൃക എന്നും തന്നെ നമുക്കൊരു മാതൃക തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി വരുന്ന തലമുറക്ക് കൂടിയുള്ളതാണ് ഈ ഭൂമി. അതുതന്നെയാണ് ശുചിത്വ മിഷൻ നമ്മളോട് പറയുന്നതും. ഈ ഭൂമിയെ ഇതുപോലെ നമുക്ക് അടുത്ത തലമുറയിലേക്കും കൊടുക്കേണ്ടതുണ്ട്. അവിടെ വില്ലനായി എത്തുന്ന മാലിന്യം ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ സമൂഹം ഒന്നാകെ കൈകോർക്കണം എന്നാണ് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KM സുനിൽകുമാർ നമ്മളോടൊക്കെ അഭ്യർത്ഥിക്കുന്നത്. അദ്ദേഹം വളരെ വിശദമായി തന്നെ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു. ഇനിയും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി നമുക്ക് നേരിടേണ്ടി വരും. അത് ആരോഗ്യ മേഖലയിലാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഭൂമി വിഷമയമാകുന്ന ഒരു സാഹചര്യം, നമ്മുടെ മണ്ണ് നമുക്ക് സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, ഇതൊക്കെ ഉണ്ടാക്കുമെന്ന് വളരെ വിശദമായി തന്നെ KM സുനിൽകുമാർ നമ്മളോട് വിശദീകരിച്ചു കഴിഞ്ഞു. സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ടിറങ്ങിയാൽ ശുചിത്വ കേരളം എന്ന സുന്ദര കേരളം എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ആ ലക്ഷ്യം കൈവരിക്കാനുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒന്നിച്ചൊന്നായി അണിനിരക്കാം എന്നു മാത്രം പറഞ്ഞുകൊണ്ട് കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഇവിടെ പൂർണ്ണമാവുകയാണ്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട്, മാലിന്യം മുക്ത കേരളത്തിന് വേണ്ടിയുള്ള പോരാട്ടവുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി തന്നെ നമ്മോട് സംസാരിച്ച ശുചിത്വ മിഷൻ്റെ ജില്ലാ കോർഡിനേറ്റർ KM സുനിൽകുമാറിന് എല്ലാവിധ ഭാവുകങ്ങളും. അദ്ദേഹം ഈ അർപ്പണബോധത്തോടു കൂടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും അദ്ദേഹം വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചതിലൂടെ, അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ ഒക്കെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളതും അതുതന്നെയാണ്. സമൂഹം ഒന്നാകെ ശുചിത്വ മിഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇനിയും പിന്തുണ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.